നമസ്കാരം. ജാനുവരി 28 അതുല്യ പ്രതിഭ നമ്മളെയൊക്കെ കുടുകൂടാന്ന് ചിരിപ്പിച്ച മാളച്ചേട്ടൻ്റെ ഓർമ്മ ദിനമാണ്. അദ്ദേഹത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേങ്കിലും എനിക്ക് ഈ പ്രചോദനമായ ചില കാര്യങ്ങൾ മാത്രം ഇവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ മലയാള സിനിമ അദ്ദേഹത്തെ വേണ്ട വിധം പരിഗണിച്ചില്ല എന്നത് ഒരു പ്രപഞ്ച സത്യമായിട്ടാണ് എനിക്ക് ഇന്നും തോന്നുന്നത്. കാരണം രാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിൽ ആദ്യം കമ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്നസെൻറ്റിനെയാണ്. ഇന്നസെൻറ്റിന് ഡേറ്റ് ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് മാള അരവിന്ദനെ ബുക്ക് ചെയ്യുന്നു. മാള അരവിന്ദൻ അപ്രകാരം ചേർത്തല സൈറ്റിൽ വരികയും ചെയ്തു. എത്തി സൈറ്റിൽ തലേദിവസം വൈകിട്ടെത്തി, പിറ്റേ ദിവസം രാവിലെയോ മറ്റുമാണ് ഷൂട്ട്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇന്നസെൻറ്റും ഓടിയെത്തി. ആ കൃത്യ ഡേറ്റിൽ ഓടിയെത്തിയിട്ട് പറഞ്ഞ് മറ്റേ ഷൂട്ട് നടന്നില്ല, അത് ക്യാൻസലായിപ്പോയി, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപാട് സിദ്ദിഖിനും ലാലിനും ആകെ ഒരു വിഷമം. കാരണം മറ്റേയാൾ എത്തുകയും ചെയ്തു, നമ്മൾ അയാളെ എങ്ങനെ അവോയ്ഡ് ചെയ്യണമെന്ന്. പക്ഷേ മാള അരവിന്ദൻ അങ്ങേയറ്റം ബഹുമാനപൂർവ്വം പറഞ്ഞു, എനിക്ക് സാരമില്ല, കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ പൊക്കോളാം, എനിക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല, പരിഭവമൊന്നുമില്ല എന്നും പറഞ്ഞ് അന്തസ്സായിട്ട് കാര്യം പറഞ്ഞു പോയി. മറ്റൊരു നടനാണെങ്കിൽ ഒരിക്കലും അത് സമ്മതിക്കില്ല. കാരണം എനിക്ക് അറിയേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടാണ് എത്തിയത്, എനിക്ക് വർക്ക് തന്നേ മതിയാവൂ എന്നൊക്കെ വാശി പിടിച്ചേണ്ടി ഇദ്ദേഹം അതൊന്നും ചെയ്തില്ല. പോരാത്തതിന് ഇദ്ദേഹം ഭയങ്കര പഴനിയാണ്ടവൻ്റെ ഭക്തനാണ്, മുരുകൻ്റെ ഭക്തനാണ് ഇദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, എൻ്റെ അമ്മയോളം തന്നെ ഞാൻ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ദൈവമാണ് സാക്ഷാൽ മുരുകൻ. ഒരുപക്ഷെ അതൊക്കെ ആവാം ഈ അവസാനത്തെ ലാലേട്ടൻ്റെ സിനിമയായ ഈ പുള്ളിയുടെ അവസാനത്തെ കാലഘട്ടങ്ങളുടെ സിനിമയായ കൺമകത്തിലൊക്കെ പുള്ളി ഒരു മുരുകൻ്റെ ഭക്തനായ കൊമേഡിയനായിട്ടാണ്. അത് വളരെ പെർഫെക്റ്റായിട്ട് പുള്ളിക്ക് സൂട്ടബിളായിരുന്നു. അതുപോലെ തന്നെ സത്യൻ അന്തികാട് ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പറയുകയുണ്ടായി, മലയാള സിനിമ വേണ്ട വിധം പരിഗണിച്ചിട്ടില്ല എന്ന്. സത്യത്തിൽ അത് ആ പറഞ്ഞതിൽ എനിക്ക് വിഷമം തോന്നി. കാരണം അദ്ദേഹം അറിയപ്പെടുന്ന സംവിധാനമല്ലേ. അദ്ദേഹം നിരൂപിച്ചാൽ ഒരു വ്യക്തിക്ക് ഒരു ക്യാരക്ടർ കൊടുക്കാനാണോ പ്രയാസം, അല്ലെങ്കിൽ അദ്ദേഹത്തെ മുൻനിരയിൽ എത്തിക്കാനാണോ പ്രയാസം? ഇതൊക്കെ പറഞ്ഞാലും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ഒരു മാസം മുന്നേ ഏഷ്യാനെറ്റിൽ ഞാനൊരു അഭിമുഖം കണ്ടു. അതായത് ലേഖൻ ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തിനോട്, മലയാള സിനിമ മാളയെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന ഒരു വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ അപ്പം തന്നെ അതിന് മറുപടി കൊടുത്തു, ഒരിക്കലും ഇല്ല. കാരണം ഞാൻ ഈശ്വരനോട് ഇങ്ങനെ മടിക്കുത്താണ് നീട്ടിയത്. ഈശ്വരൻ എനിക്ക് ഒരു തള്ളുവണ്ടി നിറച്ച് എനിക്ക് സൗഭാഗ്യങ്ങൾ തന്നു. അതിൽ കവിഞ്ഞ് എന്താണ് ഒരു മനുഷ്യന് വേണ്ടത്? ധാരാളം, ഞാൻ സംതൃപ്തനാണ്, എനിക്ക് ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഈ ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ ഈ ഒരു അഭിമുഖമാണ് എനിക്ക് മാളച്ചേട്ടനെ ഓർക്കാനും ഒരു വീഡിയോ ചെയ്യാനും പ്രചോദനമായത്. അദ്ദേഹം ഇങ്ങനെ ഒരു എളിമയായ ഒരു മറുപടി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മര്യാദയെ സൂചിപ്പിക്കുന്നു. പക്ഷേ എന്തൊക്കെ തന്നെയാണെന്ന് പറഞ്ഞാലും മലയാള സിനിമ വേണ്ട വിധം അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല അവസാന കാലഘട്ടങ്ങളിൽ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ വിവരം എൻ്റെ പ്രേക്ഷകരെ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെക്കുന്നു. നന്ദി, നമസ്കാരം.